തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ ശരിക്കും പെട്ടതിപ്പോൾ മുൻ അരുവിക്കര MLA ആയിട്ടുള്ള KS ശബരിനാഥനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനം സ്വപ്നം കണ്ട് മത്സരിച്ച ഈ മുൻ MLA കവടിയാർ വാർഡിൽ നിന്നും 74 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയാൽ അത് കോർപ്പറേഷനിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് മാറാൻ പോകുന്നത്. കാരണം 100 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 50 ആണ്. ഇടതുപക്ഷത്തിന് 29 അംഗങ്ങളും അതുപോലെ കോൺഗ്രസിന് 19 അംഗങ്ങളുമാണ് ഉള്ളത്. കോൺഗ്രസ് വിമതരടക്കം സ്വതന്ത്രര് 2 പേരുണ്ട്. ഈ സ്വതന്ത്രരെ എങ്ങനെയെങ്കിലും ഒപ്പം നിർത്തി അധികാരത്തിൽ വരാൻ പറ്റുമെന്നാണ് BJP കരുതുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത്. തൽക്കാലം സ്വതന്ത്രരിൽ ആരെങ്കിലും കൈകൊടുത്താലും നിർണായക ഘട്ടത്തിൽ പാലം വലിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ ഒരു അപകടം BJP മുന്നിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് ശബരിനാഥന്റെ മുമ്പിലെ വഴി അടയുന്നത്. കോർപ്പറേഷനിലേക്ക് ജയിച്ചാലും ഇല്ലെങ്കിലും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് കോൺഗ്രസ് നേതൃത്വം ശബരിയെ മത്സരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് അതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശബരിനാഥൻ കോർപ്പറേഷൻ ഭരണസമിതിയിലെ അംഗത്വം രാജിവെച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു വാർഡ് BJP പിടിക്കും. മാത്രമല്ല അവർക്ക് കേവല ഭൂരിപക്ഷം തികക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശബരിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കരുത് എന്നൊരു ആവശ്യം ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയിലെ അംഗത്വം ശബരിനാഥന് രാജിവെക്കേണ്ട ആവശ്യമില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ രാജിവെക്കേണ്ടതായിട്ട് വരും. ഇത് മനസ്സിലാക്കി ശബരിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഇടതുപക്ഷവും UDFനെ കടന്നാക്രമിക്കുമെന്നതും ഉറപ്പാണ്. BJPക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് ശബരിനാഥനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എന്നൊരു വാദമാണ് ഇടതുപക്ഷം ആ ഘട്ടത്തിൽ ഉയർത്തുക. ഇത്തരമൊരു പ്രചരണം 140 നിയമസഭാ മണ്ഡലങ്ങളിലും ആഞ്ഞടിച്ചാൽ അത് കേരള ഭരണം പിടിക്കുക എന്ന UDFന്റെ സ്വപ്നങ്ങളെ തന്നെയാകും തകിടം മറിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകുക എന്ന ശബരിനാഥന്റെ സ്വപ്നത്തിന് മേലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ കരിനിഴല് പടർത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്ത് അംഗമായി മത്സരിച്ച് ജയിച്ച മുൻ MLAയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അനിലക്കര പഞ്ചായത്ത് ഭരണം തന്നെ UDFന് പിടിച്ചുകൊടുത്ത് നിയമസഭാ സീറ്റ് ഉറപ്പിക്കുമ്പോൾ IAS കാരിയായിട്ടുള്ള ദിവ്യ S അയ്യരുടെ ഭർത്താവായ ശബരിനാഥന് സാധാരണ കോർപ്പറേഷൻ വാർഡ് അംഗമായി തന്നെ ഇനി 5 വർഷവും തുടരേണ്ടതായിട്ട് വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്.